വ്യവസായ വളർച്ചയിൽ കേരളം അതിവേഗം മുന്നോട്ട് കുതിക്കുകയാണ്. 1000 സംരംഭങ്ങളെ വളർച്ചയുടെ ഘട്ടത്തിലേക്ക് ഉയർത്തുന്ന മിഷൻ 1000 പദ്ധതിക്ക് തുടക്കമായി. തിരുവനന്തപുരത്ത് മന്ത്രി പി രാജീവ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മിഷൻ 1000ന്റെ ഭാഗമായി വ്യവസായ രംഗത്ത് വൻ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. 100 കോടി ശരാശരി വിറ്റുവരവുള്ള 1000 സംരംഭങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമെന്ന സർക്കാരിന്റെ ഉറപ്പ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 4 വർഷത്തിനുള്ളിൽ 1000 സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങളെ 100 കോടി വിറ്റുവരവുള്ള സ്ഥാപനങ്ങളാക്കി മാറ്റാനാണ് ലക്ഷ്യമിടുന്നത്. ആദ്യപടിയായി തിരഞ്ഞെടുക്കപ്പെട്ട 88 സംരംഭങ്ങൾക്ക് വ്യവസായ മന്ത്രി പി രാജീവ് ഓഫർ ലെറ്റർ വിതരണം ചെയ്തു. ഇതിനു പുറമെ ഈ വർഷം 250 MSEകളെ കൂടി ദത്തെടുക്കും. തിരഞ്ഞെടുക്കപ്പെടുന്ന സംരംഭങ്ങൾക്ക് 1 കോടി വരെ മൂലധന നിക്ഷേപ സബ്സിഡി ലഭ്യമാക്കും. പ്രവർത്തന മൂലധനത്തിന് 50 ലക്ഷം വരെ പലിശയും സബ്സിഡി നൽകും. വിപുലീകരണ പദ്ധതി രേഖയ്ക്ക് 1 ലക്ഷം വരെയാണ് നൽകുന്നത്. MSEകൾക്ക് അപേക്ഷിക്കാനുള്ള ഓൺലൈൻ പോർട്ടൽ തുടങ്ങിയത് 2023 ഏപ്രിലാണ്. ഒക്ടോബർ 31 വരെ 500ലേറെ അപേക്ഷകൾ ലഭിച്ചു. ഡയറക്ടറേറ്റ് തലത്തിൽ കിട്ടിയതാകട്ടെ 150 എണ്ണം. ചെറുകിട സംരംഭങ്ങളെ 100 കോടി വിറ്റുവരവുള്ള സ്ഥാപനങ്ങളാക്കി ഉയർത്തുന്നതിന് ബാങ്കുകളുടെ പിന്തുണയോടെ കൂടുതൽ വായ്പ ഉറപ്പാക്കും. അവയെ സംസ്ഥാന സർക്കാർ ദത്തെടുത്ത് എല്ലാ സഹായവും ലഭ്യമാക്കുകയും ചെയ്യും. പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ 2024 ഒരു വട്ടം കൂടി അവസരം ഒരുക്കിയിട്ടുണ്ട്. 2022 ഏപ്രിൽ മുതൽ 2023 ഡിസംബർ വരെ 2 ലക്ഷം പുതിയ വ്യവസായ സംരംഭങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചു. ഇതിൽ 62,000 വനിതാ സംരംഭങ്ങളാണ്. ഒരു തദ്ദേശ സ്ഥാപനത്തിൽ ഒരു സംരംഭം എന്ന ലക്ഷ്യത്തിനുള്ള വ്യവസായ വകുപ്പിന്റെ പദ്ധതിക്ക് ഈ മാസം തുടക്കമാകും. കൊച്ചിയിൽ IBM നടത്തിയ നിക്ഷേപത്തിലൂടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള മേഖലകളിൽ ഉയർന്ന വേതനം ലഭ്യമാകുന്ന തൊഴിലുകൾ ഉറപ്പാക്കുകയാണ്. ഇത്തരത്തിൽ കൂടുതൽ സ്ഥാപനങ്ങൾ കേരളത്തിലെത്തുന്നു. അതോടൊപ്പം എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും വ്യവസായ എസ്റ്റേറ്റ്, ഓരോ പഞ്ചായത്തിലും ഒരു ഉൽപ്പന്നം, പഞ്ചായത്ത് തല സംരംഭക സംഗമം എന്നിവ നടപ്പിലാക്കും. 22 മുൻഗണനാ ഘടകങ്ങൾ നിശ്ചയിച്ച് നൂതനാശയങ്ങൾ പ്രാവർത്തികമാക്കാനാണ് ശ്രമിക്കുന്നത്. രാജ്യത്തെ മെഡിക്കൽ ഡിവൈസ് വ്യവസായ കമ്പനിയുടെ 20% കേരളത്തിലാണ്. 5-4 3 സ്റ്റാർ അംഗീകാരമുള്ള ഹോട്ടലുകൾ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്ന രീതിയിൽ കേരളത്തിൻ്റെ നേട്ടമാണിത്. വ്യവസായ എസ്റ്റേറ്റിലെ ഭൂമി കൈമാറ്റം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിൽ ഭേദഗതി വരുത്തുകയും ചെയ്യുന്നു. കാലാനുസൃതമായ മാറ്റങ്ങളിലൂടെ കേരളം സംരംഭക സൗഹൃദ സംസ്ഥാനമായി വളരുകയാണ്. വിമർശനങ്ങളെ കാറ്റിൽ പറത്തി കേരളം കുതിക്കുകയാണ്.